എല്ലാവർക്കും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് തോമസ് വൈസ് ആണ്. നമ്മൾ ഇന്ത്യയിലെ പവർ സെക്ടറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റിസർച്ച് റിപ്പോർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് തന്നെയാണ് ഈ വീഡിയോയും സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ ഈ വീഡിയോ കാണാൻ സമയമില്ലാത്തവരാണെങ്കിൽ താഴെ ഇന്ത്യൻ പവർ സെക്ടർ മാത്രം ഒരു കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഒരു ഫുൾ PDF ഡോക്യുമെൻറ്റ് നിങ്ങളുടെ മെയിൽ ID യിലേക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പവർ സെക്ടറും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ടാപ്പ് ചെയ്യണമെങ്കിൽ ഏത് മ്യൂച്വൽ ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏത് സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു തെറോ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് പവർ സെക്ടറിനെ കുറിച്ച്. നമ്മുടെ കൂടെ എന്നുള്ളത് നമ്മുടെ റിസർച്ച് ആനലിസ്റ്റായ റെമിൻ ഫ്രാൻസിസ് ആണ്. റെമിൻ NISM റിസർച്ച് സർട്ടിഫൈഡ് ആയിട്ടൊരു റിസർച്ച് പ്രൊഫഷണലാണ്. സ്ക്വയർ ലീഗിൻ്റെ കൂടെയാണ് റെമിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസ് റെമിൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരണമായിരിക്കും. ഒരു കോമൺ മാൻസ് പെർസ്പെക്റ്റീവ് നിന്ന് എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് നേരെ റെമിൻ്റെ അടുത്തേക്ക് പോകാം. റെമിൻ, താങ്ക് യു ഫോർ കമ്മിങ് ടു ദിസ് ചാനൽ. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് അവേ നമുക്ക് കാര്യത്തിലേക്ക് എടുക്കാം. എവിടെയാണ് ഇന്ത്യൻ പവർ സെക്ടർ ഇപ്പോൾ നിൽക്കുന്നത്? ഇന്ത്യയിൽ ഇപ്പോൾ ടോട്ടൽ ഇൻസ്റ്റാൾഡ് പവർ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 442 GW ആണ്. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചൈനയിൽ ഇത് ഏകദേശം 3000 GW അടുത്താണ്. അപ്പം തന്നെ മനസ്സിലാകും ഇതിന്റെ വ്യത്യാസം. 442 ഏകദേശം കണക്ക് 442 നിന്ന് ഏകദേശം ഒരു 3000 GW ഒരു വ്യത്യാസമാണ് അവിടെ നിൽക്കുന്നത്. ചൈനയിൽ 3000 GW ആണ്. 3000 അതെ, ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. ഇന്ത്യൻ GDP എന്ന് പറയുന്നത് $3.84 trillion ആണെന്ന് വിചാരിച്ചു. ചൈന വിൽ ബി സംവെയർ അബൌട്ട് $18 trillion. അപ്പൊ ആ ഡിഫറൻസ് ശരിക്കും ഈ പവർ സെക്ടറിലും കാണുന്നുണ്ട്. കപ്പാസിറ്റി അതിൽ തന്നെ ഏകദേശം 46% പോകുന്നത് നോൺ ഫ്യൂസൽ ഫ്യൂൽ ബേസ്ഡ് ആയിട്ടുള്ള എനർജി കപ്പാസിറ്റിയിൽ നിന്നാണ് പോകുന്നത്. സോളാർ പവർ, വിൻഡ്, അങ്ങനത്തെ. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് ഇപ്പൊ സോളാർ ബേസ്ഡ് ആയിട്ടുള്ള എനർജി റിസോഴ്സിലേക്ക് കണ്ടമാനം ഫോക്കസ് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 2013 മുതൽ 2024 വരെയുള്ള ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 25 ടൈംസിന്റെ ഒരു വർധനവാണ് ഈ സോളാർ റിസോഴ്സസ് ബേസ്ഡ് എനർജി റിസോഴ്സ് നമ്മൾ കാണുന്നത്. 25 ടൈംസ്. അപ്പൊ അത്രയും ഒരു ഫോക്കസ് ഇവിടെ നമ്മൾ കാണാൻ നമുക്ക് പറ്റും. അപ്പോൾ നോൺ ഫോസിൽ ബേസ്ഡ്. അപ്പോൾ ഈ ഗവൺമെന്റ് ഒത്തിരി സപ്പോർട്ട്സ് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വളരെയധികം വേരിയസ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 സ്കീമുകളാണ്. ഒന്ന് PM കുസും സ്കീമും പിന്നെ ഒന്ന് നാഷണൽ സോളാർ മിഷൻ. ഈ PM കുസും സ്കീം എന്ന് പറയുന്നത് എസ്പെഷ്യലി ഫോർ ഫാർമേഴ്സിനാണ്. അവരുടെ പാഡി ഫീൽഡ്സിലും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലൊക്കെ സോളാർ അത് വയ്ക്കാനുള്ള ഒരു സ്കീമാണ് ഈ PM കുസും സ്കീം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ റിന്യൂവബിൾ എനർജിയുടെ കേസിൽ പറയുകയാണെങ്കിൽ നാഷണൽ ഹൈഡ്രജൻ മിഷൻ പോളിസി, അതുപോലെ തന്നെ PM സൂര്യഘർ യോജന, അതുപോലെ തന്നെ ഓഫ് ഷോർ വിൻഡ് പോളിസി, ഇതൊക്കെ ഗവൺമെന്റ് ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇനി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടി നിൽക്കുന്നത്. അപ്പൊ അത്രയും ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്ട്സിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോളാർ, വിൻഡ് എനർജി എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ഐഡിയ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ലോങ് വേ ആണുള്ളത്. അതിനൊരു അടിത്തറ ഇപ്പൊ ഇവിടെ പായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഏറ്റവും ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് ഒത്തിരി പോളിസീസ് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് വരുന്ന പ്രകാരം ഈ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. മനസ്സിലായി. അപ്പൊ ഇനി ഇന്ത്യയിൽ ഇപ്പൊ ഇതുവരെ മനസ്സിലായി ഇത് ഒരു ബേസ് ബിൽഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഗോയിങ് ഫോർവേഡ് എന്തൊക്കെയാണ് ഇന്ത്യയുടെ ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഇപ്പോൾ നോൺ ഫോസിൽ ഫ്യൂൽ ബേസ്ഡ് ആയിട്ടുള്ള എനർജിയുടെ ക്യുമുലേറ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ 46%. അതൊരു 2030 ആകുമ്പോഴേക്കും ഒരു 50% എത്തിക്കാനാണ് ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്നത്. അത് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്തത്. മനസ്സിലായില്ല, എങ്ങനെയായിരുന്നു? 46%ആണ് ഈ നോൺ ഫ്യൂൽ ബേസ്ഡ് ആയിട്ടുള്ള എനർജിയുടെ ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് ഒരു 50%, അതായത് ഗ്രോത്ത് പെട്ടെന്ന് അത് അച്ചീവ് ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെയാണ് അത് ഇന്ത്യ അച്ചീവ് ചെയ്യുന്നത്. പിന്നെ ഇന്ത്യ ഒരു കാണുന്നത് വെച്ചാൽ 2070 ആകുമ്പോഴേക്കും ഈ നെറ്റ് സീറോ കാർബൺ എമിഷൻ, അതായത് കാർബൺ ബഹിർഗമനം എന്ന് പറയുന്നത് വളരെയധികം കുറയും. നെറ്റ് സീറോയിലേക്ക് എത്തിക്കാനാണ് ഇന്ത്യ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ട്രാൻസിഷൻ ഫേസിലാണ് ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്. 2030 നമുക്ക് 50% എത്തിക്കണമെങ്കിൽ ഇപ്പോഴേ അതിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അപ്പോൾ 2070 ആകുമ്പോഴേക്കും നമ്മൾ നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന് പറയുന്നത് ആ ഒരു ഇതിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് എത്തിക്കണമെങ്കിൽ നമ്മൾ ഫുള്ളി റിന്യൂവബിൾ എനർജിയിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ കൂടുതൽ പൊട്ടൻഷ്യൽസ് നമുക്ക് അവിടെ നിൽക്കുന്നത്. റിന്യൂവബിൾ എനർജി, അതായത് ലോകം മുഴുവൻ കാർബൺ എമിഷൻസ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളൊരു ഫോക്കസിലേക്കാണ് ഇന്ത്യ മൂവ് ചെയ്ത് ലോകം മൊത്തം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും ആ ഒരു ചുവടുപ്പിന്റെ ഭാഗമായിട്ട് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാൻ എല്ലാവരുടെയും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്.
അപ്പോൾ ആ ഒരു മിഷന്റെ ഭാഗമായിട്ട് ഒരു ക്ലീൻ എനർജി സെക്ടറിൽ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അപ്കമിങ് വർഷങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം, കാണാൻ പറ്റും. പിന്നെ മാത്രമല്ല ഒരു ഗ്രീൻ എനർജി കോറിഡോർ, അതൊരു ഇന്ത്യൻ ഗവൺമെന്റ് ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ അതിൽ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയൊരു പുഷ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പിന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ബാറ്ററി സ്റ്റോറേജും ആണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഒരു ഇ വി ഇപ്പോഴും തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റീസെന്റ് ഇപ്പൊ ഓലയുടെ IPO ഒക്കെ വന്നായിരുന്നു. അപ്പൊ ഇന്ത്യ എത്രമാത്രം വിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, കമ്പനികൾ എത്രമാത്രം കൊടുക്കുന്നുണ്ട് ഒക്കെ കാണാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇലക്ട്രിസിറ്റിക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോ അത് നമ്മൾ കണക്കിലെടുത്ത ഒരു വസ്തുതയാണ്. അതോടൊപ്പം നമ്മൾ കാണുന്ന ഹൈഡ്രജൻ പ്രൊഡക്ഷൻ. ഇപ്പൊ ഹൈഡ്രജൻ ഹബ്ബുകൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ചില സർട്ടൻ പോർട്സുകൾ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ട് തന്നെയുണ്ട്. ഈ പോർട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് അതിനകത്തൊരു വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രീൻ എനർജി ഉണ്ട്. അപ്പൊ അവരും അതിൽ ചില ഹബ്ബ് ഹൈഡ്രജന്റെ എന്തെങ്കിലും സ്റ്റോറേജ് പ്ലാൻ ചെയ്യേണ്ടവർ വരുന്നുണ്ട് അതിന്റെ കൂടെ. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഹൈഡ്രജൻ പ്രൊഡക്ഷന്റെ കൂടെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഇലക്ട്രോലൈസേഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോലൈസർ, അപ്പൊ അതിന്റെ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ ആ ഒരു സെക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കാവുന്നതാണ്. ഈ ബഡ്ജറ്റിൽ അങ്ങനെ വല്ലതും കണ്ടതായിട്ട് വല്ലതും ഈ ഒരു ബഡ്ജറ്റില് ഞാൻ അതിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പക്ഷെ ഭാവിയിൽ അങ്ങനത്തെ പല കാര്യങ്ങളും വരാനുള്ള സാധ്യത. ഈ റീസെന്റ് JSW ഇൻഫ്ര ഈ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷന് വേണ്ടിയുള്ള ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൊപ്പോസ് ചെയ്ത ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ടാണ് പവർ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ ഒരു പോയിന്റിൽ, ഈ ഒരു മാർക്കറ്റ് സിനാരിയോയിൽ എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റർ പവർ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മളിവിടെ ഇൻറ്റൻസീവായി നടത്തുന്ന റിസർച്ച് സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വേരിയസ് മെഷേഴ്സുകൾ നമ്മളിവിടെ പരിഗണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സെക്ടറൽ ഇൻഡസ്ട്രീസുകളുടെ PE റേഷ്യോ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സെക്ടറൽ ഇൻഡസ്ട്രിയുടെ PE റേഷ്യോ എന്ന് പറയുന്നത് വളരെ കുറവാണെന്നാണ്. അവിടെ തന്നെ അതായത് ഞാൻ ഇപ്പോൾ റെമിൻ പറഞ്ഞ ഒന്നുകൂടി ഞാൻ റീഫ്രൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്ന സ്റ്റഡീസിൽ പല സെക്ടറിന്റെ വാല്യുവേഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം അതിൽ ഫോർ എക്സാമ്പിൾ റിയൽ എസ്റ്റേറ്റിന്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് 130 ആണ് PE എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പവർ സെക്ടറിന്റെ PE പ്രൈസ് ഏർണിങ്സ് അല്ലെങ്കിൽ അതിന്റെ വാല്യുവേഷൻ ഇപ്പൊ അത് തന്നെയാണ് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ക്രൂഷ്യൽ പൊട്ടൻഷ്യൽ. കാരണം ഇൻവെസ്റ്ററിനെ അപേക്ഷിച്ച് ഇപ്പൊ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സാധനം എന്താണ് എന്നുള്ള ഭയം അതാണ് പുറത്ത് മാർക്കറ്റിൽ ഇല്ലാത്തത്. മാർക്കറ്റിൽ എന്ന് പറയുന്നത് വെറുതെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ പുറകെ പോകാന്നുള്ളതാണ്. പക്ഷെ ഇൻവെസ്റ്റർ ചെയ്യേണ്ടത് ഐഡിയലി ഇപ്പൊ ലോ പ്രൈസ് ആയിട്ട് കിടക്കുന്ന ഇൻഡസ്ട്രീസ് സെലക്ട് ചെയ്ത് പിക്ക് ചെയ്യാണ്. വിച്ച് ഇസ് വൈ ദേ ഷുഡ് ഇൻവെസ്റ്റ് ഇൻ പവർ സെക്ടർ. അതുകൊണ്ട് തന്നെ ഇപ്പൊ പവർ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈമാണ്. കഴിഞ്ഞ കുറച്ചാണ് ഡിഫൻസ് നല്ലൊരു വലിയൊരു ഭയങ്കരമായിരുന്നു. ഇനി അടുത്തത് വരാതിരിക്കുന്നത് പവർ സെക്ടറിലാണ്. അതൊരു വലിയൊരു റീസൺ ആണ്. അപ്പൊ അതല്ലാതെ വേറെന്താണ് നമുക്ക് ഇപ്പോ 2047 ആകുമ്പോഴേക്കും ഇക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പവർ സെക്ടർ 2 to 2.5 ടൈംസ് ഗ്രോ ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഒത്തിരി ഇനീഷ്യേറ്റീവ്സ് നമ്മൾ നേരത്തെ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. അപ്പൊ അതും ഇതിന്റെ ഒരു ഗ്രോത്തിനെ ഒരു പൊട്ടൻഷ്യലിനെ വളരെ ശരിക്കും ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഡെഫിനറ്റ്ലി. അപ്പൊ ഇൻവെസ്റ്ററിന് എന്താണെങ്കിലും കൺസിഡർ ചെയ്യാൻ പറ്റിയ ടൈമാണ് പവർ സെക്ടർ. അപ്പൊ ഇൻവെസ്റ്ററിനെ അപേക്ഷിച്ച് എന്തൊക്കെ രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം പവർ സെക്ടറിൽ? ഫോർ എക്സാമ്പിൾ മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്സ് എന്നുള്ള രീതിയിൽ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഇപ്പൊ ഇൻവെസ്റ്ററിന് അവൈലബിൾ ആയിട്ടുള്ള പവർ സെക്ടറിൽ? പ്രധാനമായിട്ട് നമുക്ക് 5 മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് നിപ്പോൺ പവർ ഇൻഫ്ര ഫണ്ട് ആണ്. രണ്ടാമത്തേത് SBI എനർജി ഓപ്പർച്യൂണിറ്റി ഫണ്ട് ആണ്. മൂന്നാമത്തേത് DSPയുടെ ഒരു ഫണ്ട് ഉണ്ട്. പിന്നെ ടാറ്റയുടെ ഫണ്ട് ഉണ്ട്. പിന്നെ ICICIയുടെ ഫണ്ട് ഉണ്ട്. ഈ 5 ഓപ്ഷൻസ് ആണ് പ്രൈമറിലി നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതിൽ നിപ്പോണിന്റെ ഫണ്ട് എടുക്കുകയാണെങ്കിൽ അത് ഒരു 20 വർഷത്തെ ലോങ് ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. 1 year, 3 year, 5 year ബെഞ്ച് മാർക്സ് ഒക്കെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. SBIയുടെ മ്യൂച്വൽ ഫണ്ട്, SBIയുടെ ഫണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ റീസെന്റ് 4 മാസമായിട്ട് അത് വന്നിട്ടുള്ളൂ, 4-5 മാസമായിട്ട് വന്നിട്ടുള്ളൂ. അത് ഈ 4 ചുരുങ്ങിയ മാസം കൊണ്ട് തന്നെ ഏകദേശം 9,000 കോടിയോളം AUM ആവറേജ് AUM അത് കളക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തുമാത്രം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമുക്ക് അവിടെ മനസ്സിലാവും. പിന്നെ DSPയുടെ ഫണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടുത്തെ മാത്രമല്ല ഒരു ഓഫ് ഷോർ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് കൂടി പുറത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനും ഒരു ഓപ്പർച്യൂണിറ്റി അത് നൽകുന്നുണ്ട്. പിന്നെ ICICIയുടെ ഫണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ലാസ്റ്റ് വന്നൊരു ഫണ്ടാണ്. അപ്പൊ തന്നെ നമുക്ക് NFO ക്ലോസ് ചെയ്ത് ഈ ലാസ്റ്റ് വന്നാണ് അത് ക്ലോസ് ചെയ്തത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ എത്ര ഉണ്ട്, എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങാൻ പോകുന്നുള്ളൂ. ഇതിനകത്ത് വേറൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് വെച്ചാൽ പല മ്യൂച്വൽ ഫണ്ട്സിന്റെയും അതിന്റെ അടിസ്ഥാനപരമായ ഇൻഡെക്സ് ഉണ്ടല്ലോ, ഇൻഡസസ്, അത് പവർ മാത്രമായിരിക്കില്ല എന്നുള്ളതാണ്.
പലവരും ഇൻഫ്രാ കൂടെ എടുത്ത് വെക്കുന്നത്. ഉദാഹരണം പറയാണെങ്കിൽ നിപ്പോണിന്റെ പറയാം, നിപ്പോ പവർ ഇൻഫ്ര. അപ്പൊ ആ ഫണ്ടിൽ ഈ നിപ്പോൺ എനിക്ക് മനസ്സിലായിടത്തോളം ഈ നിപ്പോൺ പവറിനെ മാത്രം ബേസ് ചെയ്യാതെ കുറച്ചുകൂടെ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഫ്രയിൽ കൂടെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പവറിന് മാത്രമല്ല ഇൻഫ്രാസ്ട്രക്ചറുടെ ഒരു ഓപ്പർച്യൂണിറ്റി. പക്ഷെ എനിക്ക് എന്റെ മനസ്സിലാക്കലിൽ ഏറ്റവും പ്രൈമറി ആയിട്ട് പവറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം മ്യൂച്വൽ ഫണ്ട് SBI മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയായിരിക്കണം അതിനകത്ത് ഭയങ്കര ട്രാക്ഷനും വന്നു. പിന്നെ DSPക്ക് അകത്ത് ഗ്ലോബൽ ആയിട്ടുള്ള പവർ അലോക്കേഷൻ വന്നിരിക്കണം എന്നുള്ളത് അതൊരു പുതിയ ഇൻഫർമേഷൻ ആണ്. ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഈ ഗ്ലോബൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനേക്കാൾ കൂടുതൽ ഇന്ത്യ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണല്ലോ ഇപ്പോഴത്തെ ഒരു നിലവിൽ. ഓക്കെ, അതല്ലാതെ വേറെ ഏതെങ്കിലും സെഗ്മെന്റ്സ് ഉണ്ടോ, വേറെ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടോ? അങ്ങനെ ഇത് പ്രധാനമായിട്ടും നമുക്കുള്ള ഫണ്ട്സുകൾ എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, അപ്പൊ നമ്മുടെ റിസർച്ച് അനുസരിച്ച് ബേസിക്കലി SBIയും നിപ്പോണുമാണ് ഏറ്റവും ഒരു നീഷായിട്ട്. പിന്നെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ICICI ആണ്. നമുക്ക് കാണണം എങ്ങനെയാണ് അവരുടെ പെർഫോമൻസ്. അതൊന്ന് വെയിറ്റ് ചെയ്ത് ട്രാക്ക് റെക്കോർഡ് മനസ്സിലാക്കിയിട്ട് ICICI വലിയൊരു മ്യൂച്വൽ ഫണ്ട് ഒത്തിരി ട്രാക്ക് റെക്കോർഡ് ഉള്ളതാണ്. എന്നാൽ തന്നെ നമ്മുടെ ഒരു അടിസ്ഥാനപരമായ റിസർച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിപ്പോൺ SBI ആണ് ഇപ്പോഴത്തെ. സ്റ്റോക്സിൽ നോക്കുകയാണെങ്കിൽ NTPC, അദാനി ഗ്രീന്, അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇതൊക്കെ വലിയ ലാർജ് പ്ലെയേഴ്സുകളാണ്. ടൊറന്റ് പവർ ഇതൊക്കെ നിൽക്കുന്നതാണ്. നല്ലൊരു സിസ്ലോൺ നല്ലൊരു 8 രൂപയിൽ നിന്ന് ഇപ്പൊ എത്രയായിരിക്കും 60 രൂപയിലേക്ക് എത്തി. കാരണം ആ റിന്യൂവബിൾ എനർജിയുടെ ഒരു ഫോക്കസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു പൊട്ടൻഷ്യലാണ് ആ കമ്പനി. നമുക്ക് ഇത് വളരെ ഹാപ്പി ആയിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വളരെ ഏർലി സ്റ്റേജിൽ സിസ്ലോൺ 4-8 രൂപയ്ക്കൊക്കെ ഉള്ള സമയത്ത് തന്നെ നമുക്ക് കുറേ ക്ലയൻസിന് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് എക്സ്പോസ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും 55-60 ലെവൽസിൽ സിസ്ലോൺ നിൽക്കുമ്പോഴും അത് വളരെ അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് ആയിട്ടാണ് നമുക്ക്. കാരണം അതിന്റെ ഗോയിങ് ഫോർവേഡ് അതിന്റെ ഓർഡർ ബുക്സ് എന്ന് പറയുന്നത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഓർഡർ ബുക്സ് ആണ് എന്ന് പറയുന്ന പോലെ. അത് അദാനി ഗ്രീൻ, പിന്നെ ടാറ്റ പവർ അതിനകത്ത് ഓൾറെഡി ഉണ്ടല്ലോ, ഒരു വൺ ഓഫ് ദ സ്റ്റോക്സ് ആണ്. പിന്നെ NTPC ഇപ്പൊ എനിക്ക് തോന്നുന്നത് മേ ബി നവംബറിൽ ഒരു IPO പ്രതീക്ഷിക്കാം. അവരുടെ ഗ്രീൻ എനർജി വിങ്ങിനെ അവർ IPOയിലേക്ക് ഒരു 10% സ്റ്റേക്ക് അവർ പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യുന്ന ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോ അതാണ് റിന്യൂവബിൾ എനർജിയിലേക്കുള്ള ഒരു ഫോക്കസ്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയോണ്ട് കമ്പനികൾ എങ്ങനെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഏർണിങ്സ് ഉണ്ടാക്കാം എന്നാണ് അവർ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യം കൊണ്ട് നമുക്ക് മനസ്സിലായി പവർ സെക്ടർ എന്ന് പറയുന്നത് ഭയങ്കരമായി ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു ഏരിയയാണ് ഇന്ത്യക്കകത്ത്. നമ്മൾ ആ നമ്പേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റീസൺ പവർ സെക്ടർ ഭയങ്കര അണ്ടർ വാല്യൂഡ് ആണെന്നും കൂടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ കോൺടെക്സ്റ്റ് ഫുൾ നമ്മളൊരു PDF ആയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും ചെയ്യേണ്ട ഒരു പ്രസൻറ്റേഷൻ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അതിനുവേണ്ടി താഴെ പവർ സെക്ടർ ഇന്ത്യ എന്ന് മാത്രം കോമെൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. വൺസ് അഗെയിൻ താങ്ക് യു.